ഡോക്ടർ ഹാരിസ് മാധ്യമങ്ങളെ കാണുന്നു. എന്നാണ് അവർ പറയുന്നത്. അത് നമുക്ക് തെളിവില്ലല്ലോ. അല്ല, അങ്ങനെയാണെങ്കിൽ താങ്കൾ എങ്ങനെയാണ് മറുപടി കൊടുക്കുക? താങ്കൾ ശസ്ത്രക്രിയ മുടക്കിയെന്ന് പറയുന്നു, ഉപകരണം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു, താങ്കൾ ചട്ടലംഘനം നടത്തിയെന്ന് പറയുന്നു. ഇതിന് എങ്ങനെയാണ് മറുപടി കൊടുക്കാൻ? എങ്ങനെയാണ് അവർക്കത് അങ്ങനെയൊക്കെ ഒരു കിട്ടിയെന്ന് അറിഞ്ഞൂടെ? അവിടെ ഉപകരണം ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ സാധനം ഇല്ല. അതുകൊണ്ട് തന്നെയാണ് അടുത്ത ദിവസം ഓടി നടന്ന് ഇവരെ ഇവിടുന്ന് അതിൻ്റെ 2 പ്രോബുകൾ ഇവിടുന്ന് സംഘടിപ്പിച്ച് തന്നത്. പിന്നെ ഇവിടുന്ന് അത്യാവശ്യമായിട്ട് കളക്ടറേറ്റിൽ നിന്ന് ഇത് മൂവ് ചെയ്ത് അവർ ഹൈദരാബാദിൽ നിന്നൊക്കെ കൊണ്ടു തന്നതും ഒക്കെ അവർക്ക് ഉപകരണം ഇല്ല എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ടൊക്കെ അവർ കൊണ്ടു തന്നെ കള്ളമാണ്. അത് തീർച്ചയായിട്ടും കള്ളമാണ്. എന്റെ ശസ്ത്രക്രിയ മുടക്കേണ്ട കാര്യം എനിക്കെന്താ ശസ്ത്രക്രിയ മുടക്കിയിട്ടുണ്ട്? ഉപകരണം ഇല്ലായിരുന്നു. അതിലൊരു ഉറച്ചു വെച്ചു. താങ്കൾ ഒരു ഘട്ടത്തിൽ പോലും സൂപ്രണ്ടിനോടോ മെഡിക്കൽ പ്രിൻസിപ്പലിനോടോ ഈ കാര്യം അറിയിച്ചിട്ടില്ല എന്നും റിപ്പോർട്ടുകളുണ്ട്. എത്രയോ പ്രാവശ്യം അവരെ അറിയിച്ചതാണ്. അവിടെ HDSലെ ഒരു സ്റ്റാഫ് തന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ട്. ആ കുട്ടിയാണ് എല്ലാ ദിവസവും പോയി അവിടെ പോയി പറയുന്നത്, ഇല്ല ഉപകരണം ഇല്ല, തീർന്നു, പ്രോബ് ഒടിഞ്ഞു പോയി, പ്രോബിന് 3 എണ്ണം ഉള്ളൂ, അത് ബാക്കി 2 ഉള്ളൂ, ബാക്കി 1 ഉള്ളൂ, 1 കൂടെ ഒടിയാറായി, 2 ആഴ്ചയേ ഉള്ളൂ, ഒരാഴ്ചയേ ഉള്ളൂ. ഇതിങ്ങനെ കൗണ്ട് ഡൗൺ മാതിരി പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവരെ അറിയിച്ചതാണ്. അതിപ്പോൾ നമ്മൾ വ്യാജമായൊരു റിപ്പോർട്ടിൽ താങ്കൾക്കെതിരെ പ്രതികാര നടപടി എടുക്കുകയാണ് എന്നാണോ? തീർച്ചയായിട്ടും. അവരിപ്പോൾ ഈ റിപ്പോർട്ടിൽ അവരെന്താണ് കൊടുത്തിരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് ഞാൻ പറഞ്ഞത് മൊത്തം കള്ളമാണെന്നാണ് ഒറ്റ രീതിയിൽ. അതായത് ഈ റിപ്പോർട്ട് വ്യാജമായിട്ടുള്ള കാര്യങ്ങളാണ്. ആ റിപ്പോർട്ട് ഒന്നുകിൽ വ്യാജം, ആ റിപ്പോർട്ട് കൊടുത്തത് ഒന്നുകിൽ വ്യാജം, അതല്ലെങ്കിൽ അത് അനലൈസ് ചെയ്തിരിക്കുന്നത് വ്യാജം, അല്ലെങ്കിൽ ഇതിനകത്ത് നമ്മൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് വ്യാജം. ഗുരുതരമായ ആരോപണങ്ങളാണ് താങ്കൾക്കെതിരെ ഉള്ളത്. ഒരു കടുത്ത നടപടിക്കുള്ള എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ കത്തനുസരിച്ചാണ് ഉണ്ട്. നടപടി എങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്? അതെനിക്കറിയില്ല, എന്താണ് നടപടി എന്നൊന്നും എനിക്കറിയത്തില്ല. താങ്കളുടെ ഭാഗത്ത് ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള നല്ല ബോധ്യമുണ്ടല്ലോ. ചട്ടലംഘനം എന്ന് പറയുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ എഴുതുന്നത് ചട്ടലംഘനമാണല്ലോ. അതിപ്പോൾ നമുക്ക് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് നമ്മൾ എല്ലാ വഴികളും നമ്മൾ അടയുമ്പോൾ പിന്നെ അവസാനം എടുത്ത വഴിയാണത്. ഇപ്പോൾ അവർക്ക് അതൊന്നും അറിയില്ല, അതെന്താണെന്നുള്ളത് അങ്ങനെ അറിയില്ല. അവരുടെ മുഖം രക്ഷിക്കാൻ അവർ നോക്കും. താങ്കൾ പറഞ്ഞ കാര്യം എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി അടക്കമുള്ള അല്ലെങ്കിൽ പല മന്ത്രിമാർക്കും ബോധ്യപ്പെടാത്തത്? താങ്കളുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന തരത്തിലാണ് പല പ്രതികരണങ്ങളും ഉണ്ടായത്. അതിൻ്റെ ഒരു ഭാഗമായി തന്നെയല്ലേ ഈ പോലീസ് റിപ്പോർട്ട്? അതെ, അവർക്ക് സ്വയം പ്രതിരോധത്തിനുള്ള അവകാശം ഉണ്ടല്ലോ. അവർക്ക് എന്തായാലും അത് പ്രതികാരം എനിക്ക് അത് പ്രതികാരമാണോ എന്താണെന്ന് അറിയില്ല. പ്രതികാരം എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്തായാലും എൻ്റെ അഭിപ്രായങ്ങൾ വളരെ കുറച്ചതാണ്. എൻ്റെ അഭിപ്രായങ്ങൾ വളരെ ഉറച്ചതാണ്. അപ്പോൾ അതിനകത്തുള്ള എല്ലാ പ്രൂഫും അതിനകത്തുണ്ട്. എല്ലാ കാര്യങ്ങളും അവർക്ക് അറിയുകയും ചെയ്യാം. ഇത് അവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതിനകത്ത് ഈ പ്രശ്നങ്ങളെല്ലാം അവർക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഈ ഉപകരണങ്ങളുടെ ക്ഷാമവും എല്ലാം അവർക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അത് പരിഹരിക്കാനുള്ള നടപടികൾ വളരെ മന്ദഗതിയിലാണെന്നുള്ളതും അവർക്കറിയാവുന്നതാണ്. ഇപ്പോഴും ഉപകരണങ്ങൾ പലതും അവിടെ ഇല്ല എന്നുള്ളതും അവർക്കറിയാം. അതായത് ഇപ്പോഴും താങ്കൾ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. തീർച്ചയായിട്ടും. ഇതിനെ ഞാൻ അഭിപ്രായങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മാറുന്നു. എനിക്കതിനകത്ത് നടപടി എന്ത് വന്നാലും നേരിടും. നടപടികൾ നേരിട്ടല്ലേ പറ്റുള്ളൂ. ഇപ്പം നമുക്ക് നടപടികൾ ഇപ്പോൾ പേടിച്ച് നമുക്ക് അങ്ങനെ വിളിച്ചോടി പോകാൻ പറ്റും. നടപടികൾ എന്തായാലും വരട്ടെ. അതിപ്പോൾ നടപടികൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കി കാണാം. അതിപ്പോൾ നടപടികൾ ഇരുപത്തിയേഴാം തീയതി 28 അത് അതിൻ്റെ ആ പ്രോബ് ഉപയോഗിച്ചിട്ടല്ല ആ പ്രോബ് ഉപയോഗിച്ചിട്ടല്ല ചെയ്തിരിക്കുന്നത്. അതിപ്പോൾ ഞാൻ വേണമെങ്കിൽ തുറത്ത് പറയാം. അതിനകത്തൊരു വേറൊരു ഡോക്ടറുണ്ട്, അടുത്ത് ഷാജു എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്ത് വേറൊരു ഡോക്ടറുണ്ട്. അദ്ദേഹത്തിൻ്റെ കൈവശം ഉണ്ടായിരുന്ന ഒരു ഉപകരണമാണ് അദ്ദേഹം ഉപയോഗിച്ചത്. നമ്മുടെ അവിടെ പല ഡോക്ടർമാരുടെയും കൈവശം സ്വന്തമായിട്ട് ഉപകരണങ്ങളുണ്ട്. അതിപ്പോൾ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് ഉപകരണങ്ങളല്ല, അത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അറിവിലുള്ളതല്ല, ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോക്കിലുള്ളതല്ല, ബയോമെഡിക്കലിൻ്റെ സ്റ്റോക്കിലുള്ളതല്ല. അതിനകത്ത് നമ്മൾ എഴുതി കൊടുക്കുന്ന സ്പെസിഫിക്കേഷനൊന്നും ഉള്ളതല്ല. ISOയുടെ നമ്മൾ എഴുതി കൊടുക്കുന്ന എല്ലാ ഉപകരണങ്ങൾക്കും FDA, CE, ISO ഈ സ്പെസിഫിക്കേഷൻ സ്റ്റാൻഡർഡൈസേഷനുള്ള ഉപകരണങ്ങളാണ് നമ്മൾ എഴുതി കൊടുക്കുന്നത്. അതിൻ്റെ മാത്രം ആക്സസറീസ് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ മാത്രം ആക്സസറീസ് ഉപയോഗിക്കാവൂ എന്ന് കമ്പനി പല പ്രാവശ്യം വാണിംഗ് തന്നിട്ടുണ്ട്. അതല്ലാതെ എന്ത് ആക്സസറി ഉപയോഗിച്ചാലും നമുക്ക് ആ ഉപകരണത്തിൻ്റെ മേളിൽ യാതൊരു കേടാകുന്നതിൻ്റെ ഉത്തരവാദിത്വം അതിൻ്റെ കമ്പനിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഉപകരണം എന്ന് പറയുന്നത് 27 ലക്ഷം രൂപയുടെ ഉപകരണങ്ങൾ ഇമ്പോർട്ടഡ് സാധനമാണ്. ഇതിൻ്റെ ഉപകരണത്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് 1000 രൂപയ്ക്ക് ഇവിടെ കിട്ടും. 1000 രൂപയ്ക്ക് ഇവിടെ കിട്ടും. ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് 1000 രൂപയ്ക്ക് ഇവിടെ കിട്ടും. ഈ 1000 രൂപയ്ക്ക് നമുക്ക് വേണമെങ്കിൽ ആ ഉപകരണം വാങ്ങിച്ചിട്ട് ചെയ്യാം. അത് അവർ ഈ പറഞ്ഞിരിക്കുന്ന EMS വിത്ത ക്ലാസിൻ്റെ അവരുടെ അധികാരികൾ അവർ പല പ്രാവശ്യം വന്ന് എനിക്ക് നേരിട്ട് വാണിംഗ് തന്നിട്ടുള്ളതാണ്. ഇതിന് എന്തെങ്കിലും ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ ഉപയോഗിച്ച് ഒരു പ്രാവശ്യം അത് ഹാങ് ആയി പോയതാണ്. പിന്നെ നമ്മൾ കമ്പനി ഹൈദരാബാദിൽ നിന്ന് എഞ്ചിനീയർ വന്ന്
റിപ്പയർ ചെയ്തപ്പോൾ അവർക്ക് പറഞ്ഞു, അവർ പറഞ്ഞു നിങ്ങൾ ഇതിനകത്ത് ഡ്യൂപ്ലിക്കേറ്റ് ഇട്ട് കഴിഞ്ഞ് ഈ സിസ്റ്റത്തിന് റീഡ് ചെയ്യാൻ പറ്റും, അത് നിങ്ങൾ എന്ത് ചെയ്താലും കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ പല കമ്പനിക്കാരും അതിനകത്ത് 1000 രൂപ ഡ്യൂപ്ലിക്കേറ്റ് ഇറക്കുന്നുണ്ട്. നമുക്ക് 1000 രൂപയ്ക്ക് ശസ്ത്രക്രിയ നടത്തിയ ഉപകരണം കടം വാങ്ങിയതാണ് മറ്റൊരു ഡോക്ടറുടെ കയ്യിൽ. അത് അദ്ദേഹത്തിൻ്റെ കൈവശമുള്ളതായി പുള്ളിയുടെ സ്വന്തമൊക്കെ പറഞ്ഞു. അതായത് ഇപ്പോഴും ആ ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോഴും മാറ്റമൊന്നും വന്നിട്ടില്ല. ഏതിൻ്റെ ആവശ്യത്തെ അതായത് ഇപ്പോഴും ഉപകരണങ്ങളുടെ പ്രശ്നമുണ്ട്. പ്രോബ് നമ്മൾ 3 മാസം വെയിറ്റ് ചെയ്തിരുന്ന പ്രോബ് വിതിൻ 24 hours എത്തി. ബാക്കി എന്തെങ്കിലും ഉപകരണങ്ങളുടെ ക്ഷാമം ഇപ്പോഴും ഉണ്ടോ? ഉണ്ടല്ലോ. നമ്മളിപ്പോൾ ESW എന്ന് പറഞ്ഞ ഉപകരണം 2 വർഷമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഏതാണ്ട് നമ്മളത് ഞാനത് മെമ്മോയിൽ അദ്ദേഹത്തിന് സൂചിപ്പിക്കുന്നുണ്ട്. നമ്മളത് 10 വർഷവും ഏതാണ്ട് 3900-4000 രോഗികൾക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അത്രയും രോഗികൾക്ക് അപ്പോൾ ESW ഉപയോഗിക്കേണ്ടതാണ്. അതിപ്പോൾ 2 വർഷമായിട്ട് നമ്മൾ ആ മെഷീൻ ഇല്ല. അത് നമ്മളതിൻ്റെ പുറകെ ഓടുകയാണ്. ഈ കഴിഞ്ഞ ഇപ്പോൾ HDS കമ്മിറ്റിയിൽ അത് പാസ്സാക്കിയിട്ട് തന്നെ വർഷം 1 കഴിഞ്ഞു. അത് ഇതുവരെ ആ മെഷീൻ എത്തിയിട്ടില്ല. അതിന് പലതരം എന്തൊക്കെയാണെന്ന് അറിഞ്ഞിട്ട് പല ഓഫീസുകളിൽ കിടന്ന് കറങ്ങുന്നു എന്നാണ് ഞാൻ കേൾക്കുന്നത്. ഡോക്ടറെക്കാളും വളരെ ഉന്നതരായ 4 ഉദ്യോഗസ്ഥരുടെ ഒരു സംഘം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രധാനപ്പെട്ട ആളുകളുടെ എല്ലാം അവരിൽ നിന്നെല്ലാം വിവരം ശേഖരിച്ച ശേഷമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. അത് മന്ത്രിക്ക് കൊടുത്തത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കത്ത്. അപ്പോൾ ഈ അവിടെ ഉണ്ടായിരുന്ന മറ്റു ഡോക്ടർമാരെല്ലാം കാര്യങ്ങൾ പറഞ്ഞുകൂടി ആയിരിക്കുമല്ലോ ഇതെല്ലാം വന്നത്. അപ്പോൾ ഈ ഡോക്ടർ പറയുന്നത് ശരിയല്ല എന്ന് 4 അംഗ സമിതി കണ്ടെത്തുകയാണ്. അവർക്ക് ഇതിനകത്ത് താല്പര്യത്തിന്റെ കാര്യമൊന്നുമില്ലല്ലോ. അതെനിക്കറിയില്ല, അതിനെപ്പറ്റി എനിക്കറിയില്ല. അതിന് ബാക്കി ഡോക്ടർമാരെന്താണ് അറിയിപ്പ് കൊടുത്തതെന്നൊന്നും എനിക്കറിയില്ല. വകുപ്പ് മേധാവി എന്നുള്ള നിലയ്ക്ക് എൻ്റെ നേരെ നേരുന്ന പ്രശ്നങ്ങൾക്ക് ഞാനാണ് ഉത്തരം കാണേണ്ടത്. അത് ബാക്കിയുള്ളവർ ഉൾപ്പെടെ നമുക്ക് ഉപകരണം ഇല്ലെന്നുണ്ടെങ്കിൽ എന്നെ കുറ്റം പറയുന്നതിനകത്ത് നമ്മുടെ സഹപ്രവർത്തകരുണ്ട്. അവരും എന്നോടാണ് ഉപകരണം ചോദിക്കുന്നത്. അപ്പോൾ ഉപകരണം നടപ്പിൽ വയ്ക്കേണ്ടതും ആ ഉപകരണം സൂക്ഷിക്കേണ്ടുന്നതും അതിന് എഴുതി കൊടുക്കേണ്ടുന്നതും അത് സമയത്തിന് കിട്ടേണ്ടതും എൻ്റെ ഉത്തരവാദിത്തം. അത് വകുപ്പ് മേധാവിയുടെ ഉത്തരവാദിത്തം. അത് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അതിനകത്ത് വേണ്ടുന്ന പ്രതിഷേധം രേഖപ്പെടുത്താനുള്ള അവകാശം എനിക്കുണ്ട്. ഡോക്ടർ ഹാരിസിനെ ചേർത്ത് പിടിക്കുമെന്നുള്ളതാണ് ആരോഗ്യമന്ത്രി ആദ്യം പറഞ്ഞത്. ഇപ്പോൾ കൈവിടുന്നു എന്നൊരു തോന്നലുണ്ട്. അതിനെപ്പറ്റി എനിക്ക് പറയാനുണ്ട്.